മുസ്ലിം സമുദായത്തെ അവഗണിക്കുന്നു എന്ന് ഏതെങ്കിലും ജനവിഭാഗത്തെ അവഗണിച്ചിട്ടുണ്ടോ സർക്കാർ? ഇനി 31.5 ലക്ഷം പാവപ്പെട്ട സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക്, വീട്ടമ്മമാർക്ക് ഉള്ള പെൻഷൻ, അതും എല്ലാ മതവിഭാഗക്കാർക്കും കിട്ടും. അർഹതപ്പെട്ട എല്ലാ മതവിഭാഗക്കാർക്കും കിട്ടും. ഈ 31.5 ലക്ഷം പെൻഷൻ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? സത്യത്തിൽ സ്ത്രീകളാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ ത്യാഗമാണ് പലരെയും ഉയർച്ചയുടെ പടവുകൾ കയറ്റുന്നത്. മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിതം ഹോമിക്കുന്നവരാണവർ. ജീവിതാവസാനം വരെ 4 ചുമർക്കെട്ടുകൾക്കുള്ളിൽ, അടുക്കളയുടെ 4 ചുമർക്കെട്ടുകൾക്കുള്ളിൽ ഞെങ്ങി ഞെരിഞ്ഞ് ജീവിക്കുന്നവർ. അവരുടെ അധ്വാനത്തെ സർക്കാർ അംഗീകരിക്കുകയാണ്. മാസം 1000 രൂപ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ അധ്വാനത്തെ ഗവൺമെന്റ് വിലമതിച്ചു കാണുന്നു, ഇടതുപക്ഷ മുന്നണി വിലമതിച്ചു കാണുന്നു. നിങ്ങൾക്കതിന് ഗവൺമെന്റിന്റെ ഒരു കൈത്താങ്ങിത എന്ന് പറഞ്ഞുകൊണ്ടാണ് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള വീടുകളിലെ 35 വയസ്സ് പൂർത്തിയായ 60 വയസ്സ് തികയാത്ത മുഴുവൻ സ്ത്രീകൾക്കും ഈ പെൻഷൻ കിട്ടും. ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടും. ഒരാൾക്കും അത് നഷ്ടപ്പെടില്ല. 31.5 ലക്ഷം സ്ത്രീകൾക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ വീടുകളിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്നത് നമ്മളുടെ ഉമ്മമാരാണ്, നമ്മളുടെ ഭാര്യമാരാണ്, നമ്മളുടെ പെങ്ങന്മാരാണ്. ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്നതും അവരാണ്. ഒരു വരുമാനവുമില്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾ 100 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ കൈനീട്ടുകയല്ലാതെ, ചോദിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അവർക്കാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഈ 1000 രൂപ. ഏത് ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് കാണാൻ ഗവൺമെന്റിന് കഴിയുന്നു. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ അല്ലാതെ ഏത് സർക്കാരിനെയാണ് പിന്നെ നിലനിർത്തേണ്ടത്? എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തില്ല എന്ന് ലീഗിനും കോൺഗ്രസിനും പറയാനുള്ളത്? എന്ത് ചെയ്തില്ല എന്നാണ് പറയാനുള്ളത്?